ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് വ്ളോഗൊന്നും അല്ല കേട്ടോ. ഇന്ന് റമദാനിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു അടിപൊളി രണ്ട് ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നോമ്പുതുറൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ലൈം ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് മാംഗോ വെച്ചിട്ടുള്ള ഒരു ലൈം ജ്യൂസാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് കാണിക്കുന്ന ലൈം ജ്യൂസിൻ്റെ ഇലേറൊക്കെ നല്ല ടേസ്റ്റ് ഈ ഒരു ലൈം ജ്യൂസിനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മാംഗോയുടെ ഹാഫ് പോർഷനോ അല്ലെങ്കിൽ ഒന്ന് മുഴുവനായിട്ടും ഇടാം. അപ്പോൾ ഞാൻ ഒരു മാംഗോയുടെ 2 പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് മിൻറ്റ് ലീവ്സ്, പുതിന ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിനൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇലഭാഗം മാത്രം എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ കുറച്ച് അധികം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൽ എത്ര വെള്ളമാണോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഇഞ്ചി ഇടണം എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഇഞ്ചി യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നാരങ്ങ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഈ ഒരു നാരങ്ങ വെള്ളത്തിൽ പുളി മുന്നിട്ട് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് കുറച്ച് കൂടുതലോ കുറച്ചോ ഒക്കെ ആയിട്ട് പാകത്തിനനുസരിച്ച് വെള്ളത്തിനനുസരിച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ച് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ജ്യൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോട്ടിലിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ബോട്ടിലാണ് ഞാൻ ലൈം ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഞാനിതിലോട്ട് നമ്മുടെ സോഡ ഉണ്ടല്ലോ, സോഡയും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ ഒരു സോഡ വെച്ചിട്ട് ലൈം ജ്യൂസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം കുറച്ചിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ല ഈ ഒരു ലൈം ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല തണുപ്പ് വേണം, അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൽ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഷുഗറൊക്കെ ഒന്ന് നോക്കിയിട്ട് ഷുഗറോ അല്ലെങ്കിൽ നാരങ്ങയുടെ കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈം ജ്യൂസും ഷുഗറൊക്കെ ഒന്ന് പാകത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പാകത്തിനാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലൈം ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. ഇത്ര പണിയുള്ളൂ. അപ്പോൾ മാംഗോ ഒക്കെ വീട്ടിലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ മാംഗോയുടെയും മിൻറ്റിൻ്റെയും പിന്നെ ആ നാരങ്ങയുടെ പുളിപ്പൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ആ സോഡയും കൂടി ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ തരിപ്പും കൂടി ഉണ്ടെങ്കിൽ കിട്ടില്ലാനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ലൈം ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ നമ്മളെ ഉറുമാമ്പഴം ഉണ്ടല്ലോ, പോമിഗ്രാനൈറ്റ്, അത് ഒരു ഹാഫ് പോർഷന് അതിൻ്റെ സീഡ്സ് എടുത്തിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു അരിപ്പയിൽ അതിൻ്റെ നീര് മാത്രം എടുത്ത് അരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു ബോട്ടിലിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ
ആ ഒരു ഉറുമാമ്പഴത്തിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ലെമൺ ജ്യൂസും ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് പുളിയോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് അതിലോട്ട് കുറച്ച് സോഡയും കൂടി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൽ ഷുഗറും പുളിയൊക്കെ നോക്കിയിട്ട് പാകത്തിനുള്ള ഷുഗറും ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ലൈം ജ്യൂസ് റെഡി. അപ്പോൾ ഈ 2 ലൈം ജ്യൂസ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിനും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.